അടുത്തായിട്ട് ഈ ഒരു BBA വിത്ത് ഏവിയേഷന്റെ സാധ്യതകൾ എന്തെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധ്യതകൾ എന്ന് പറയുന്നത്. മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾ നിർബന്ധമായും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ആ ഒരു മേഖല നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പോൾ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന പല മേഖലകളും ഇന്ന് നിലവിലില്ല. അതേപോലെ ഇന്ന് നിലവിലുള്ള പല മേഖലകളും ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ നിലനിൽക്കും, നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല നിർബന്ധമായും 10-20 കൊല്ലം കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഏറ്റവും വിശ്വസ്തയോടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും ഇത് വളരെയധികം ഒരു വളർച്ച പ്രാപിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയും വേഗതയിലാണ് നമ്മളെ നാട്ടിൽ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2010 ഒരു 100-ൽ താഴെ എയർപോർട്ടുകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 300-ൽ കൂടുതൽ എയർപോർട്ടുകളുണ്ട്. അതിലൂടെ തന്നെ ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ വളർച്ച എത്ര അധികം വേഗത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം, അതേപോലെ ഏവിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഈ ഒരു BBA വിത്ത് ഏവിയേഷനിൽ വരുന്ന സബ്ജക്ട്സുകൾ ഏതെല്ലാം നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മാനേജ്മെന്റ് ലെവലിൽ, ലീഡർഷിപ്പ് ലെവലിൽ നമ്മളെ ലീഡ് ചെയ്യാൻ ഉയർത്തുന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥാപനത്തിനെ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് BBA വിത്ത് ഏവിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഡിസിപ്ലിനിലുള്ള ഒരു നോളേജ് ആ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ഒരു ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വ്യത്യസ്ത മേഖലയിലുള്ള നോളേജ് ആ വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് സബ്ജക്റ്റുകളാണ് വ്യക്തി പഠിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ വ്യക്തി ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ബിസിനസ് എക്കണോമിക്സ് വരുന്നുണ്ട്. അതേപോലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അതേപോലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ്സിൽ വരുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്. അതേപോലെ റിസർച്ച് മെത്തഡോളജി വരുന്നുണ്ട്. അതേപോലെ എന്റർപ്രണീരിയൽ ഡെവലപ്മെന്റ് എന്നൊരു പേപ്പർ വരുന്നുണ്ട്. അതേപോലെ ഓപ്പറേഷൻ റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് വരുന്നുണ്ട്. അതേപോലെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. അതേപോലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ വരുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് നമുക്ക് മാനേജ് ചെയ്യാം, ഏതൊക്കെ രീതിയിലുള്ള ഡിസിപ്ലിൻ ആവണം ആവശ്യം, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസിപ്ലിനും എല്ലാ സബ്ജക്ട്സുകളും ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.